ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെയധികം രുചികരമായിട്ടുള്ള ഒരു വഴുതനങ്ങ മസാലക്കറിയുടേതാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനും പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമ്മളിതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ മാത്രം വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നീട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാലകൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നിലക്കടല വറുത്തത് തൊലിയൊക്കെ കളഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കഷ്ണം, 1 ടീസ്പൂൺ ചെറിയ ജീരകം. അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫൈനായിട്ട് അരച്ച് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വറുത്ത് കോരിയ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന സമയം വരെ വഴറ്റുക. അപ്പം നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ അരപ്പിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്ന് നമ്മൾ അരപ്പൊക്കെ ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകമായിട്ടുണ്ട്. ഇതാ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി കുറച്ച് സമയം വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് നമ്മുടെ മസാലയിൽ പിടിക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്താ ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിടുക. അപ്പം നമ്മുടെ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിലേക്ക് തിളച്ച് വരുന്ന സമയം നമ്മുടെ വഴുതനങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അപ്പം നമ്മുടെ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വീണ്ടും തിളക്കാൻ വേണ്ടി വെക്കുക. അപ്പം നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ലാസ്റ്റ് നമുക്കിതിലേക്ക് അല്പം മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.